ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിന്ന് കാന്താരിമുളകിലിട്ട് വെച്ച നെല്ലിക്കയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ നെല്ലിക്കക്കുപ്പി തുറക്കുന്നതിന് മുമ്പ് തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ്. അകലും തോറും നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രത്യേകതരം മാരകമായിട്ടുള്ളൊരു ഗന്ധം. നമുക്ക് ഈ കുപ്പി ഒന്ന് തുറക്കാം. പെട്ടെന്നെടുത്ത് കഴിക്കാനുള്ള കൊതി കൊണ്ടാവണം ഈ കുപ്പി തുറന്നപ്പോൾ തന്നെ കഴിച്ചൊരു ഫീലാണ് കിട്ടുന്നത്. ഒരു കുപ്പിക്കകത്ത് ഒന്നിച്ച് നെല്ലിക്കയും കാന്താരിയും കിടക്കുമ്പോൾ നെല്ലിക്ക മാത്രം നമ്മൾ എടുക്കുന്നത് മോശമല്ലേ? അപ്പം നമുക്ക് നെല്ലിക്കയുടെ കൂടെ ഒരു കാന്താരി മുളക് കൂടി എടുക്കാം. വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കടിയിൽ മനസ്സങ്ങോട്ട് നിറഞ്ഞു. പിന്നെയും കടിക്കാനുള്ള ത്വര കൊണ്ട് ഞാൻ വീണ്ടും ഒരു കടി കടിച്ചു കേട്ടോ. ഇനി നമ്മളിങ്ങനെ നെല്ലിക്കയെ മാത്രം കടിക്കുന്നത്? നെല്ലിക്ക കടിച്ചാൽ ഒന്ന് കാന്താരി കൂടെ കടിച്ചു നോക്കണം. നമ്മുടെ നെല്ലിക്കയെ കാന്താരി എന്താണേലും വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം നെല്ലിക്കയിൽ അത്ര ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എരിവ്. ഇനി ഓരോ കടിക്കിടയിലും ഓരോ കാന്താരി കൂടെ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ചാൽ മാത്രമേ ആ ഫീലിന് കിട്ടുള്ളൂ. കാരണം അത്രത്തോളം ടേസ്റ്റിയാണ്. നല്ല കല്ലുപ്പും ചെറിയ തിളപ്പിച്ച ചൂടുവെള്ളവും അതിലേക്ക് കുറച്ച് വിനാഗിരിയും പൊട്ടിച്ചിട്ട കാന്താരി മുളകും പിന്നെ ചെറുതായിട്ടൊക്കെ പൊട്ടിച്ചിട്ടുള്ള നമ്മുടെ നെല്ലിക്കയും എൻ്റെ അമ്മോ എല്ലാം കൂടെ മിക്സായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് സത്യം പറയണല്ലോ, കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രത്തോളം ടേസ്റ്റിയാണ്. നമ്മുടെ കുഞ്ഞൻ കാന്താരിയുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. വലിയ പച്ചമുളകാണ്. 2-3 ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ വല്ല ചമ്മന്തി അരയ്ക്കാനോ അമ്മയ്ക്ക് ചോറ് കൂട്ടി കഴിക്കാനോ ഒക്കെ ആവണം ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണേലും ആൾ അടിപൊളിയായിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് വയറ് കേടാക്കാതെ നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.